പൈത്തൺ ട്യൂട്ടോറിയൽ സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വേരിയബിളുകളെ കുറിച്ചാണ്. നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിൻ്റെ റാമിലാണ്. 16 ബിറ്റ് അഡ്രസ് റെസൊല്യൂഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടറിന് അഡ്രസ് ചെയ്യാവുന്ന മാക്സിമം മെമ്മറി ലൊക്കേഷൻ എന്നുള്ളത് 65536 ആണ്, അതായത് 216. എന്നാൽ 64 ബിറ്റ് അഡ്രസ് റെസൊല്യൂഷൻ ഉള്ള ഒരു കമ്പ്യൂട്ടറിന് അഡ്രസ് ചെയ്യാവുന്ന മാക്സിമം മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 264 ആണ്. അത് വളരെ വലിയൊരു സംഖ്യയാണ്. ഇത്രയും മെമ്മറി ലൊക്കേഷനുള്ള ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ച് ഓർക്കേണ്ടുന്ന യാതൊരു കാര്യവുമില്ല. റാമിലെയും മെമ്മറി ലൊക്കേഷനുകളെ ഒരു പ്രോഗ്രാമർ ആക്സസ് ചെയ്യുന്നത് മെമ്മറി ലൊക്കേഷനുകൾക്ക് ഒരു പേര് കൊടുത്തുകൊണ്ടാണ്. ഈ പേരുകളാണ് പ്രോഗ്രാമിലെ വേരിയബിളുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നമുക്ക് ആദ്യം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്പർ ഈക്വൽ ടു 10 എന്ന് ഡിക്ലെയർ ചെയ്യുന്നു. ഇനി നമ്പർ എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് ചെക്ക് ചെയ്യാനായി പ്രിൻ്റ് ടൈപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്തായിട്ട് നമ്പർ എന്ന് പറയുന്ന ഈ വേരിയബിൾ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലാസ് ഇൻഡ് എന്നായിരിക്കും. അതായത് പൈത്തണിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു വേരിയബിൾ അല്ല, മറിച്ച് ഒരു ഒബ്ജക്റ്റാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഓക്കെ, ക്ലാസ് ഇൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയ്ക്ക് അനുസൃതമായി ഓരോ വേരിയബിളിനും അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട്. ഈ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഐ ഡി എന്താണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐ ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞായിരുന്നു ഈ ഒരു ഡാറ്റയ്ക്ക് അനുസരിച്ചാണ് ഓരോ ഐ ഡിയും ക്രിയേറ്റ് ആവുന്നതെന്ന്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഇൻഡേണിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പറയാം. ഈ ഐ ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡി എന്ന് പറയുന്നത് ഒരു മെമ്മറി അഡ്രസ്സിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ റാമിലാണ് നമ്മുടെ ഈ ഒരു ഡാറ്റ സ്റ്റോർ ആവുന്നതെന്നുള്ളത്. ഈ ഒരു ഡാറ്റ ഏത് മെമ്മറി ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത്. പറയാൻ വിട്ടുപോയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഈക്വൽ ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈക്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സിമ്പിൾ ഇട്ടിട്ടാണ് വേരിയബിൾ അസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഈക്വൽ സിമ്പിൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ ഈക്വൽസ് അല്ല. അതായത് ഇവിടെ ഈ ഈക്വൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്പർ ഈക്വൽ ടു നമ്പർ പ്ലസ് 10 എന്നെഴുതുന്നതിൽ തെറ്റൊന്നുമില്ല പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ. ഇവിടെ നമ്മൾ മാത്തമാറ്റിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ എന്നുള്ളത്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നത് നമ്പറിനേക്കാളും 10 കൂടുതലാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നതും റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്നതും ഈക്വൽ അല്ല. പക്ഷേ പ്രോഗ്രാമുകളുടെ കാര്യത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിരിക്കുന്ന ഈ ഓപ്പറേഷൻ നടന്നതിന് ശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് ഈ ഒരു വാല്യൂ അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രോഗ്രാമിൻ്റെ കാര്യത്തിൽ ഇതൊരു തെറ്റല്ല. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്നുള്ളത് മാത്തമാറ്റിക്സിലെ ഈക്വൽ ടു സിമ്പിൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രോഗ്രാമിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. റൂൾസ് ഫോർ ഡിക്ലെയറിംഗ് വേരിയബിൾസ് എന്ന് പറയാൻ പറ്റില്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ വേരിയബിൾസ് എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് നമ്മളിവിടെ നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്പർ എന്നുള്ളതും ക്യാപിറ്റൽ എന്നിൽ തുടങ്ങുന്ന നമ്പർ എന്നുള്ളതും രണ്ടും വെവ്വേറെയാണ്. അതായത് വേരിയബിളുകൾ കേസ് സെൻസിറ്റീവ് ആണ്. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് വേരിയബിൾ കീവേഡ് ആവാൻ പാടില്ല. കീവേഡുകൾ എന്ന് പറയുന്നത് ഇന്റർപ്രറ്ററിൽ പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനായി നീക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള വാക്കുകളാണ്. അപ്പോൾ ഇവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൈത്തൺ ഷെൽ ഓപ്പൺ ചെയ്യുക. പൈത്തൺ ഷെല്ലിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻട്രാക്റ്റീവ് ഹെൽപ്പ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ ഇൻട്രാക്റ്റീവ് ഹെൽപ്പിൻ്റെ ഉള്ളിൽ കീവേഡ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈത്തൻ്റെ അകത്തുള്ള കീവേഡുകൾ മൊത്തം കാണാൻ കഴിയും. ഇവിടെ ഫോൾസ്, ക്ലാസ്, ഫ്രം, ഓർ, നണ്ണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നതാണ് പൈത്തൻ്റെ അകത്തെ കീവേഡുകൾ. ഈ ഒരു ഇൻട്രാക്റ്റീവ് ഹെൽപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ക്യൂ അടിച്ചതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. പൈത്തൻ്റെ അകത്ത് ഏതെല്ലാം കീവേഡുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി അടുത്തായി ചെയ്യാൻ കഴിയുന്നത് ഇമ്പോർട്ട് കീവേഡ് എന്നുള്ളത് സ്റ്റാൻഡേർഡ് ലൈബ്രറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുക. ഇനി കീവേഡ് ഡോട്ട് KW ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പൈത്തൻ്റെ അകത്തുള്ള കീവേഡുകളെല്ലാം ഒരു ലിസ്റ്റ് ആയിട്ട് കാണാം. ഇത് എത്ര കീവേഡുകൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് len ഓഫ് കീവേഡ് ഡോട്ട് KW ലിസ്റ്റ് എന്നുള്ളത് എന്താണെന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പൈത്തൺ 3.8.5ൻ്റെ അകത്ത് 35 കീവേഡുകളുണ്ട്. പൈത്തൺ 3.6.5 എന്നുണ്ടെങ്കിൽ 33 കീവേഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ലാംഡ എന്ന് പറയുന്നത് പൈത്തൻ്റെ അകത്ത് ഒരു കീവേഡാണ്. ലാംഡ എന്ന കീവേഡ് വേരിയബിൾ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് സിൻടാക്സ് എറർ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലാംഡ ഈക്വൽ ടു 10 എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്താൽ എനിക്ക് സിൻടാക്സ് എറർ കിട്ടും. അപ്പോൾ കീവേഡുകളൊന്നും വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അടുത്തതായിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ അകത്ത് വൈറ്റ് സ്പേസ് പാടില്ല. വൈറ്റ് സ്പേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനിപ്പോൾ ഫസ്റ്റ് സ്പേസ് നമ്പർ എന്ന് എഴുതിയെന്ന് വിചാരിക്കുക. ഇവിടെ ഫസ്റ്റിനും നമ്പറിനും ഇടയ്ക്ക് ഒരു വൈറ്റ് സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്പേസ് ഉണ്ട്. ഈക്വൽ ടു 10 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സിൻടാക്സ് എറർ ആയിരിക്കും. അടുത്തായിട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേരിയബിൾ ഡിജിറ്റിൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതായത് അക്കത്തിൽ തുടങ്ങാൻ പാടില്ല വേരിയബിളിൻ്റെ പേര്. അതായത് ഫസ്റ്റ് നമ്പർ എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് നമ്പർ എന്ന് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. ഫസ്റ്റ് നമ്പർ ഈക്വൽ ടു 10 എന്നിങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സിൻടാക്സ് എറർ ആയിരിക്കും. വേരിയബിളിൻ്റെ പേരിൽ അണ്ടർസ്കോർ ഒഴികെ മറ്റൊരു സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കാൻ കഴിയില്ല. ഉദാഹരണമായിട്ട് $നമ്പർ എന്നുള്ളതും ഫസ്റ്റ് $നമ്പർ എന്നുള്ളതും
സിൻടാക്സ് എറർ ആണ്. അതായത് വേരിയബിളിന്റെ പേരിൽ എവിടെയും സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ വേരിയബിളുകളുടെ പേരുകളിൽ നിങ്ങൾക്ക് അണ്ടർസ്കോർ ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഫസ്റ്റ് അണ്ടർസ്കോർ നമ്പർ ഈക്വൽ ടു 10 എന്ന് എഴുതുന്നതിൽ തെറ്റില്ല. അടുത്തതായിട്ട് വേരിയബിളുകളുടെ പേരിടുമ്പോൾ നിങ്ങൾ ABCEFGH എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷിലെ ആൽഫബറ്റുകളുടെ പേരിടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. നമ്മൾ പ്രോഗ്രാമിൽ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേരിയബിളുകളുടെ പേരിന്റെ പൂർണ്ണ രൂപമായിട്ട് തന്നെ എഴുതാൻ ശീലിക്കുക. നിങ്ങൾക്ക് ക്യാമൽ കേസ് ഉപയോഗിച്ചോ അണ്ടർസ്കോർ ഉപയോഗിച്ചോ വേരിയബിളുകൾ റീഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഡിക്ലെയർ ചെയ്യാവുന്നതാണ്. ക്യാമൽ കേസിന് ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്പർ എന്ന് എഴുതുമ്പോൾ N ക്യാപിറ്റൽ ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്യാമൽ കേസ് ആണ്. ഇങ്ങനെ ക്യാമൽ കേസ് ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നോ അണ്ടർസ്കോർ ഉപയോഗിച്ച് ഡിക്ലെയർ ചെയ്യുന്നോ നിങ്ങളുടെ പ്രോഗ്രാമിന്റെ റീഡബിലിറ്റി കൂട്ടാൻ സഹായിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ വേരിയബിളുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഈ കാര്യങ്ങൾ ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഐഡന്റിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോഗ്രാമറായിട്ട് പ്രോഗ്രാമിൽ എഴുതുന്ന വാക്കുകളാണ്. ഉദാഹരണമായിട്ട് ഫംഗ്ഷന്റെ പേരുകൾ, ക്ലാസിന്റെ പേരുകൾ, വേരിയബിളിന്റെ പേരുകൾ തുടങ്ങിയവ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്കോർ ഒരു വേരിയബിൾ ആയിട്ട് യൂസ് ചെയ്യാം. ഉദാഹരണമായിട്ട് അണ്ടർസ്കോർ ഈക്വൽ ടു 10 എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അണ്ടർസ്കോർ എന്നുള്ളത് എനിക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നത് 10 എന്ന് തന്നെയായിരിക്കും. വേണമെന്നുണ്ടെങ്കിൽ അണ്ടർസ്കോറിലോ 2 അണ്ടർസ്കോറിലോ നമുക്ക് വേരിയബിളുകളുടെ പേര് തുടങ്ങാവുന്നതാണ്. ഇങ്ങനെ അണ്ടർസ്കോറിലോ 2 അണ്ടർസ്കോറിലോ തുടങ്ങുന്ന വേരിയബിളുകൾക്കും ഫംഗ്ഷനുകൾക്കും പൈത്തൻ്റെ അകത്ത് പ്രത്യേക മീനിങ് ആണ്. അതെന്താണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ശരി, വീണ്ടും കാണാം.